3 ഷവർമ കഴിച്ച് സച്ചിൻ മാത്യു റോയി എന്ന മലയാളി യുവാവ് മരിച്ച വാർത്ത അറിഞ്ഞുടൻ ഒരു ശരാശരി മലയാളി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അയാൾക്ക് വല്ല കാര്യവുമുണ്ടോ? 3 എണ്ണം കഴിച്ചതെന്തിനെന്നായിരുന്നു മറ്റൊരു മലയാളിയുടെ ചോദ്യം. സാമൂഹ്യ വിഷയങ്ങളിലുള്ള മലയാളിയുടെ ഉത്തരവാദിത്തം ഇങ്ങനെ കുറെ ചോദ്യങ്ങളിൽ അവസാനിക്കും. ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാരം ഉണ്ടാക്കി വിൽക്കുന്നത് കേരളത്തിൽ ഇതാദ്യമായിട്ടാണെന്ന വിധത്തിലാണ് ഉദ്യോഗസ്ഥർ പരക്കം പായുന്നത്. തിലകന്റെ മകനും ടെലിവിഷൻ സിനിമാ താരവുമായ ശോഭി തിലകനും കുടുംബവും ഒരു ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ച് ആശുപത്രിയിലായതോടെയാണ് നാടും നഗരവും ഉദ്യോഗസ്ഥരും ഉണർന്നത്. സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകളിൽ റെയ്ഡുകൾ നടക്കുകയാണ്. നിരവധി ഹോട്ടലുകളിൽ നിന്ന് മായം കലർന്നതും പഴകിയതുമായ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു. ആഹാരത്തിന് കടുത്ത നിറവും കൊഴുപ്പും രുചിയും കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന നിരവധി രാസവസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്. അജിനോമോട്ടോയുടെ അമിതോപയോഗം എല്ലായിടത്തും കണ്ടെത്തിക്കഴിഞ്ഞു. പഴക്കം കൊണ്ട് ബാക്ടീരിയ ബാധയേറ്റ ഭക്ഷണവും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. കണ്ടെത്തിയത് മഞ്ഞുമലയുടെ അഗ്രം പോലെയാണെന്നത് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും നന്നായി അറിയാം. പക്ഷേ റെയ്ഡ് കേവലം പ്രഹസനം മാത്രമാവുന്ന കാഴ്ചയാണ് കേരളത്തിൽ. കേരളത്തിന്റെ റെസ്റ്റോറന്റുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നാം തരം ഫണ്ട് ബാങ്കാണ്. ഓരോ പുതിയ ഹോട്ടലും പാർട്ടികൾക്ക് പുതിയ ബാങ്ക് അക്കൌണ്ട് പോലെയാണ്. ഒരു എലി പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള മുത്തൂറ്റ് പ്ലാസയിലെ പേസ്ട്രി ഷോപ്പിൽ പഫ്സ് തിന്നുന്ന കാഴ്ച യൂട്യൂബിൽ ലഭ്യമാണ്. എത്രയോ പേർ എത്രയോ തവണ ഇത് കണ്ടു. എന്തു ഫലം? എല്ലാ കാഴ്ചകൾക്കും ഒരു കണ്ണീർ സീരിയലിന്റെ വില മാത്രം കൽപ്പിക്കുന്നവരായി മലയാളി മാറിപ്പോയി. വിഷയങ്ങളോട് വളരെ നിസ്സംഗത. സ്വന്തം വീട്ടിൽ നഷ്ടമുണ്ടാവണം, ഉള്ള് ഒന്ന് പോറണമെങ്കിൽ. ഷവർമയാണ് പുതിയ വിഷയം. എന്തുകൊണ്ടാണ് ഷവർമ വില്ലനായി എന്നത് പ്രസക്തമല്ല. ഷവർമയെ മാത്രം ചുറ്റിപ്പറ്റി അന്വേഷണ നാടകം നടത്തുന്നതും ബുദ്ധിയല്ല. എങ്കിലും ഷവർമ, ഷവായി, ഖബാബ് പോലുള്ള ഗ്രില്ലിംഗ് ഭക്ഷണങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ജനശ്രദ്ധ ആകർഷിക്കാൻ ഇത് റോഡരികിലാണ് ഉണ്ടാക്കുന്നത്. കൺമുന്നിലാണല്ലോ പാചകം ചെയ്യുന്നതെന്ന ആശ്വാസം ഉപഭോക്താവിൽ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. എന്നാൽ മാലിന്യ സംസ്കരണം ഫലപ്രദമാകാത്ത നമ്മുടെ നിരത്തുകളിൽ ഇന്ന് കോടാനുകോടി ഇനം ബാക്ടീരിയകൾ സുലഭമാണ്. കാറ്റിൽ പറക്കുന്നതും വെള്ളത്തിൽ നീന്തുന്നതും ഭൂമി തുരക്കുന്നതുമായ അനേകം രോഗാണുക്കൾ നിറഞ്ഞാടുന്ന നിരത്തുകൾ, അവയുടെ തീരങ്ങളിലെ ഈ രുചിയിടങ്ങൾ, അവ എത്ര സുരക്ഷിതമെന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. ഭക്ഷണം എന്നത് ഒരു അവകാശമാണ്. കേരളത്തിന്റെ തൊഴിൽ സംസ്കാരങ്ങളിൽ ഹോട്ടലുകൾ എന്നത് ഒഴിച്ചുകൂടാൻ കഴിയില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം പോലുള്ള ജില്ലകളിൽ എത്രയോ ലക്ഷം പേർ ദിവസേന എന്തെല്ലാം കാര്യങ്ങൾക്കായി വന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടലുകൾ ജനത്തിന്റെ അവകാശമാണ്. ഇത് നടത്തുന്നവരെ നിയന്ത്രിക്കേണ്ടത് അധികാര കേന്ദ്രങ്ങളാണ്. ശമ്പളവും കിമ്പളവും 2 കൈകൊണ്ടും ഇരന്നു വാങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കുക: നിങ്ങളുടെ മക്കളും പുറത്തിറങ്ങിയാൽ ഇത് തന്നെയാണ് കഴിക്കുന്നത്. അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കൈക്കൂലി പണം ഉപകാരപ്പെടാതെ പോകും. ഇത് ആഹാരത്തെ സ്നേഹിക്കുന്നവരുടെ ശാപവാക്കുകളാണ്. 3 ഷവർമ കഴിച്ച് സച്ചിൻ മാത്യു റോയി എന്ന മലയാളി യുവാവ് മരിച്ച വാർത്ത അറിഞ്ഞുടൻ ഒരു ശരാശരി മലയാളി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അയാൾക്ക് വല്ല കാര്യവുമുണ്ടോ? 3 എണ്ണം കഴിച്ചതെന്തിനെന്നായിരുന്നു മറ്റൊരു മലയാളിയുടെ ചോദ്യം. സാമൂഹ്യ വിഷയങ്ങളിലുള്ള മലയാളിയുടെ ഉത്തരവാദിത്തം ഇങ്ങനെ കുറെ ചോദ്യങ്ങളിൽ അവസാനിക്കും. ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാരം ഉണ്ടാക്കി വിൽക്കുന്നത് കേരളത്തിൽ ഇതാദ്യമായിട്ടാണെന്ന വിധത്തിലാണ് ഉദ്യോഗസ്ഥർ പരക്കം പായുന്നത്. തിലകന്റെ മകനും ടെലിവിഷൻ സിനിമാ താരവുമായ ശോഭി തിലകനും കുടുംബവും ഒരു ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ച് ആശുപത്രിയിലായതോടെയാണ് നാടും നഗരവും ഉദ്യോഗസ്ഥരും ഉണർന്നത്. സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകളിൽ റെയ്ഡുകൾ നടക്കുകയാണ്. നിരവധി ഹോട്ടലുകളിൽ നിന്ന് മായം കലർന്നതും പഴകിയതുമായ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തു. ആഹാരത്തിന് കടുത്ത നിറവും കൊഴുപ്പും രുചിയും കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന നിരവധി രാസവസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്. അജിനോമോട്ടോയുടെ അമിതോപയോഗം എല്ലായിടത്തും കണ്ടെത്തിക്കഴിഞ്ഞു. പഴക്കം കൊണ്ട് ബാക്ടീരിയ ബാധയേറ്റ ഭക്ഷണവും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. കണ്ടെത്തിയത് മഞ്ഞുമലയുടെ അഗ്രം പോലെയാണെന്നത് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും നന്നായി അറിയാം. പക്ഷേ റെയ്ഡ് കേവലം പ്രഹസനം മാത്രമാവുന്ന കാഴ്ചയാണ് കേരളത്തിൽ. കേരളത്തിന്റെ റെസ്റ്റോറന്റുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നാം തരം ഫണ്ട് ബാങ്കാണ്. ഓരോ പുതിയ ഹോട്ടലും പാർട്ടികൾക്ക് പുതിയ ബാങ്ക് അക്കൌണ്ട് പോലെയാണ്. ഒരു എലി പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള മുത്തൂറ്റ് പ്ലാസയിലെ പേസ്ട്രി ഷോപ്പിൽ പഫ്സ് തിന്നുന്ന കാഴ്ച യൂട്യൂബിൽ ലഭ്യമാണ്.
എത്രയോ പേർ എത്രയോ തവണ ഇത് കണ്ടു. എന്തു ഫലം? എല്ലാ കാഴ്ചകൾക്കും ഒരു കണ്ണീർ സീരിയലിന്റെ വില മാത്രം കൽപ്പിക്കുന്നവരായി മലയാളി മാറിപ്പോയി. വിഷയങ്ങളോട് വളരെ നിസ്സംഗത. സ്വന്തം വീട്ടിൽ നഷ്ടമുണ്ടാവണം, ഉള്ള് ഒന്ന് പോറണമെങ്കിൽ. ഷവർമയാണ് പുതിയ വിഷയം. എന്തുകൊണ്ടാണ് ഷവർമ വില്ലനായി എന്നത് പ്രസക്തമല്ല. ഷവർമയെ മാത്രം ചുറ്റിപ്പറ്റി അന്വേഷണ നാടകം നടത്തുന്നതും ബുദ്ധിയല്ല. എങ്കിലും ഷവർമ, ഷവായി, ഖബാബ് പോലുള്ള ഗ്രില്ലിംഗ് ഭക്ഷണങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ജനശ്രദ്ധ ആകർഷിക്കാൻ ഇത് റോഡരികിലാണ് ഉണ്ടാക്കുന്നത്. കൺമുന്നിലാണല്ലോ പാചകം ചെയ്യുന്നതെന്ന ആശ്വാസം ഉപഭോക്താവിൽ ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. എന്നാൽ മാലിന്യ സംസ്കരണം ഫലപ്രദമാകാത്ത നമ്മുടെ നിരത്തുകളിൽ ഇന്ന് കോടാനുകോടി ഇനം ബാക്ടീരിയകൾ സുലഭമാണ്. കാറ്റിൽ പറക്കുന്നതും വെള്ളത്തിൽ നീന്തുന്നതും ഭൂമി തുരക്കുന്നതുമായ അനേകം രോഗാണുക്കൾ നിറഞ്ഞാടുന്ന നിരത്തുകൾ, അവയുടെ തീരങ്ങളിലെ ഈ രുചിയിടങ്ങൾ, അവ എത്ര സുരക്ഷിതമെന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. ഭക്ഷണം എന്നത് ഒരു അവകാശമാണ്. കേരളത്തിന്റെ തൊഴിൽ സംസ്കാരങ്ങളിൽ ഹോട്ടലുകൾ എന്നത് ഒഴിച്ചുകൂടാൻ കഴിയില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം പോലുള്ള ജില്ലകളിൽ എത്രയോ ലക്ഷം പേർ ദിവസേന എന്തെല്ലാം കാര്യങ്ങൾക്കായി വന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടലുകൾ ജനത്തിന്റെ അവകാശമാണ്. ഇത് നടത്തുന്നവരെ നിയന്ത്രിക്കേണ്ടത് അധികാര കേന്ദ്രങ്ങളാണ്. ശമ്പളവും കിമ്പളവും രണ്ട് കൈകൊണ്ടും ഇരന്നു വാങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കുക: നിങ്ങളുടെ മക്കളും പുറത്തിറങ്ങിയാൽ ഇത് തന്നെയാണ് കഴിക്കുന്നത്. അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കൈക്കൂലി പണം ഉപകാരപ്പെടാതെ പോകും. ഇത് ആഹാരത്തെ സ്നേഹിക്കുന്നവരുടെ ശാപവാക്കുകളാണ്.